പറഞ്ഞു പോയതാ. ഓ, അളിയനെ നേരത്തെ വിട്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കാനാണെന്ന് ഞാൻ പറയായിരുന്നേ. അളിയൻ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ കുടുംബത്ത് പെൺഭരണം ഇച്ചിരി കൂടുതലാണ്. അളിയൻ എന്റെ അവസ്ഥ കണ്ടോ? എന്റെ ഭരണപരാജയം മുതലാക്കി അവൾ ആണുങ്ങളുടെ കൂടെ പോയി. നിന്നെ ഇതിന് മാത്രമേ കൊള്ളാവൂ. ചലുവ പറയാനും അടുക്കളപ്പണി. ജർമ്മനിയിൽ അളിയനും ഇത് തന്നെയല്ലയോ പരിപാടി? അല്ല അവിടെ രാജ്യം ഭരിക്കൊന്നും അല്ലല്ലോ. ഉള്ള ജോലി ചൈനക്കാരെ പഴി പറഞ്ഞ് കളഞ്ഞിട്ട് നടക്കുക. ഒരുമാതിരിപ്പെട്ട നമ്പൂതിരിമാരെല്ലാം ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കര പിടിച്ചു. ഇവ മാത്രം എന്താ ഇങ്ങനെ? അറിവുള്ളവരാ രക്ഷപ്പെട്ടത്. പറഞ്ഞു കൊടുക്കണേ. ഇവൻ നമ്പൂരി എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ വല്ലതും അറിയോ? അമ്മേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നെ നമ്പൂരിത്തത്തെ കയറി ചോദ്യം ചെയ്യരുത്. നിനക്ക് ഗായത്രി അറിയാമോടാ? ഗായത്രി എനിക്ക് ശിവരാമപിള്ളയുടെ മോള് ഗായത്രി അല്ല, അവക്കടെ അമ്മ സരസ വരെ എനിക്കറിയാം. പിന്നെ എടാ, ശിവരാമപിള്ളയുടെ മോടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഗായത്രി മന്ത്രം നാഴേക്ക് 40 വട്ടം നമ്പൂരി നമ്പൂരി എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. ഒന്ന് പറഞ്ഞേ. എന്റെ വായിൽ നിന്ന് അമ്മയ്ക്ക് അത് കേൾക്കണം. ഒന്ന് പറഞ്ഞേടാ. ശരി, ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. കുറിച്ചെടുത്തോണം. കേൾക്കട്ടെ. ഓം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്ന് മുടക്കും ഞാൻ തിരുവില്ല. ഇതാണോടാ ഗായത്രി മന്ത്രം? ഈ മന്ത്രം ഗായത്രി ഒരു വടക്കേലെ സോമരാജൻ പറയുന്നത് ചെവി കൊണ്ട് കേട്ടതാ ഞാൻ. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഗായത്രി മന്ത്രം പഠിപ്പിക്കാൻ പറ്റിയൊരു സാധനം. എടാ, ഒരു കോണ വെച്ചരട് പിരിച്ചിങ്ങനെ നെഞ്ചത്ത് വിലങ്ങനെ കെട്ടിയ നമ്പൂരിയാവില്ല. ഇവിടുത്തെ അടുക്കളയെന്ന് അടിച്ചിറക്കേണ്ടതാ നിന്നെ. എന്നെ ഇറക്കും. ഗായത്രി മന്ത്രം കേട്ടോളൂ. ഓം ഭുവർ സ്വാഹ, ഓം തത് സവിതുർവരേണ്യം, ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ശരി, ഇത് ഇങ്ങനെ ആക്കിയായിരുന്നില്ലയോ? ചുമ്മാതല്ല ശബരിമലയിലെ മോഹനാണ്ണന് ഇതിനെ ഒരു വരി പോലും അറിയത്തില്ലെന്ന് പോലീസിനോട് മണിയായിട്ട് പറഞ്ഞത്. എവിടെ വെച്ചാ? എറണാകുളത്ത് വെച്ച്. മറ്റേ കേസ് പിടിച്ചില്ലയോ, ഡിഗോൾഫിക്കേഷൻ. പിന്നെ എനിക്ക് ഒപ്പനം കാച്ചാനും അവിയൽ ഉണ്ടാക്കാനും ഗായത്രി മന്ത്രം തന്നെ വേണം. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവനെ നന്നാക്കാൻ പോയി അമ്മയുടെ ജന്മം പാഴാകത്തേ ഉള്ളൂ. അയ്യോ, അല്ല, ഇത് ഏറെ കുറെ ഭദ്രമാ. പിള്ളേരുടെ കല്യാണക്കുറി നീ കമ്പ്യൂട്ടറെ കാണിക്കാവെന്ന് പറഞ്ഞിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് അളിയന്റെ ഭാഗത്തുനിന്ന് ഉത്സാഹവും കണ്ടില്ലല്ലോ അമ്മേ. പുറത്തോട്ടിറങ്ങാൻ വിഷമിച്ചിരിക്കുമ്പോഴാ ഇനി ഉത്സാഹിക്കുന്നത്. ഇതിന് ഏത് പത്രക്കാരനാണോ എന്തോ അളിയന്റെ പോക കണ്ടേ അടക്കത്തുള്ളെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. വരുന്നതാരായാലും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കുക. നിർബന്ധിച്ചാ മാത്രം ശങ്കരൻ തമ്പിയെ വിളിച്ചാ മതി. ഇയാള് വാ.